കണ്ണൂർ മാലൂരിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ പുലി ചത്തു. ജനവാസ മേഖലയിൽ പന്നിക്കെണിയിൽപ്പെട്ട പുലിയെ വനംവകുപ്പ് മയക്കുവെടിവെച്ചാണ് പിടിച്ചത്. പുലിയെന്നും കെണിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണോ എന്ന് പ്രേക്ഷകർ സംശയിച്ചിരിക്കാം. എന്നാൽ അതല്ല, പുലിയെക്കുറിച്ച് പറഞ്ഞ് കുടുങ്ങിയ നടൻ VK ശ്രീരാമനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പുലിക്കളിക്കെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ വാക്കുകൾക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം എന്നതാണ് പുലികളിയെ VK ശ്രീരാമൻ വിശേഷിപ്പിച്ചത്. പുലികളി സംഘങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല. പകരം തന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ബോഡി ഷെയ്മിങ്ങും സാംസ്കാരിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്തും എന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുന്നത്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരമൊരു കലാവൈകൃതമുണ്ടാവില്ല. ഇതൊരു ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഈ കുംഭകുലുക്കി കളിയെപ്പറ്റി പരാമർശമുണ്ട് എന്നുമാണ് സുബ്രൻ സ്വാമി പറയുന്നത്. അതാണ് ഒരു ആശ്വാസം. ഇതായിരുന്നു VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാണിപ്പോൾ വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. VK ശ്രീരാമൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പുലിക്കളി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തരത്തിലും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിലെല്ലാ കലകളും ഉൾക്കൊള്ളുന്ന സംഗീതവും മെയ്യെഴുത്തും എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന താളവും നൃത്തവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമായ പുലിക്കളി അന്ന് ലോകഭൂപടത്തിൽ ശ്രദ്ധ നേടിയ പുലിക്കളിയാണ്. കാരണം മെയ്യെഴുത്ത് എന്ന് പറയുന്നത്, ബോഡി ആർട്ട് എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു കല ആണ്. ആ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 500ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഗിന്നസ് റെക്കോർഡിൽ പോലും ശ്രദ്ധ നേടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ കലാരൂപത്തെ അവഹേളിച്ചതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കലാരൂപത്തെ അപമാനിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഭാരതീയ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലെ ഏറ്റവും ക്രിമിനൽ ഒഫൻസാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് കലാകാരന്മാരോട്, പുലിക്കളി പ്രേമികളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ പുലിക്കളി സംഘങ്ങൾ ആവശ്യപ്പെടുന്നത് VK ശ്രീരാമൻ മാപ്പ് പറയണമെന്നതാണ്. ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല VK ശ്രീരാമനെ. ഇത് പറഞ്ഞാൽ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടാകും അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഒരാവശ്യവുമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നതൊക്കെയാണ് ഈ പുലിക്കളി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്. ബോഡി ഷെയ്മിങ്ങിന് കേസ് കൊടുക്കും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. മുൻപ് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു വിമർശനം പുലികളിക്ക് നേർക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഇവർ ചോദിക്കുന്നു. ഏതാണ്ട് 200 കൊല്ലമായിട്ടുള്ളൊരു കലാരൂപമാണ് പുലികളി. വയറുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പുലികളിയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ VK ശ്രീരാമന് എന്താണ് ഇങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. മെയ്യഴകിനാണ് പുലികളിയിൽ പ്രാധാന്യമുള്ളത്. വയറുള്ളവരിൽ കൂടുതൽ മികച്ച രീതിയിൽ പുലി അടയാളങ്ങൾ വരയ്ക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു നേട്ടം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ കൂടുതലും പുലികളായി വരുന്നത് എന്നതൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആ രീതിയിലൊക്കെ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മാത്രവുമല്ല, ഇത് ഒരു കല, ഒപ്പം തന്നെ പലർക്കും ജീവിതമാർഗവും കൂടിയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. സിനിമയിൽ കഥാപാത്രത്തിന് വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന താരങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ അതിലൊന്നും VK ശ്രീരാമന് പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് പുലിക്കളിക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മോശം പരാമർശം നടത്തിയത് എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ വ്യാപക വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ തൃശൂർ MPയും നടനുമായ സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു ആക്ഷേപം VK ശ്രീരാമൻ ഉന്നയിക്കുമെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയുണ്ടെങ്കിൽ അത് സങ്കടകരമാണ് എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശൂർ പൂരത്തിനോളം വലിപ്പമുള്ള ജനസഞ്ചയം പുലിക്കളി കാണാനെത്തുന്നുണ്ട്. അത് വൈകൃതമായത് കൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നതാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. ആ കലാരൂപത്തിനുള്ള പ്രസക്തി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇപ്പോൾ ധനസഹായം അനുവദിച്ചിരിക്കുന്നത് എന്നത് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് 24 ലക്ഷം രൂപ പുലികളി സംഘങ്ങൾക്ക് കൈമാറിയത്. ഒരു കലാകാരൻ എന്ന നിലയിൽ
പുലികളി പണ്ട് മുതലേ തനിക്ക് ഇഷ്ടമാണ്. പാവങ്ങളാണ് ഈ കലാപ്രകടനവുമായി സമൂഹത്തെ ആനന്ദിപ്പിക്കാൻ എത്തുന്നത്. പുലികളി ജനങ്ങളുടെ ഉത്സവമാണെന്നും പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ 1 ലക്ഷം രൂപ വീതം സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ വഴി പുലികളി സംഘങ്ങൾക്ക് നൽകിയിരുന്നു. പിന്നീട് 50,000 രൂപ വീതം താൻ നേരിട്ടും നൽകിയിരുന്നു. പിന്നീട് ടൂറിസം സഹമന്ത്രി ആയപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ തുക അനുവദിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും വി കെ ശ്രീരാമൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. എന്നാൽ മനോജ് വെള്ളനാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടി താൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നത് വിശദീകരിക്കുകയാണ് ഇപ്പോൾ വി കെ ശ്രീരാമൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വിശദീകരണ കുറിപ്പ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളാണ് വലിയ രീതിയിൽ ഈ ചർച്ചകളെ കൊണ്ടുപോകുന്നത്. ആഭാസമെന്നും വൈകൃതമെന്നുമുള്ള പദപ്രയോഗങ്ങളാണ് വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. വി കെ ശ്രീരാമൻ ചൂണ്ടിക്കാട്ടിയത് ഒരു കലാവിമർശനത്തിൽ ഒതുങ്ങാതെ പോയതും ഈ പദപ്രയോഗങ്ങൾ കൊണ്ടാണ്. പുലികളിയുടെ സാംസ്കാരിക പാരമ്പര്യവും കലാകാരന്മാരുടെ ഉപജീവനം എന്ന ആ ഒരു സാധ്യതയും ഒപ്പം ബോഡി ഷെയ്മിങ് എന്നിവ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള വലിയ വിമർശനവും ചർച്ചയുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുമോ വി കെ ശ്രീരാമൻ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോ ഈ വിവാദം ഇനി കോടതി കയറുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് തൃശ്ശൂരിൽ. ഈ വിവാദം പുലികളിയുടെ ആവേശം കൂട്ടുമോ എന്നും അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.